നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇന്നുള്ളത് മലരിക്കലാണ്. മലരിക്കലിലെ ആമ്പൽപ്പാടങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കണം. എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. എനിക്ക് മലരിക്കലിലെ സൈറ്റ് സീൻ ചെയ്യാൻ വേണ്ടി ബോട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന അനീഷേൻ കേട്ടോ. അനീഷേൻ്റെ സ്വന്തം ബോട്ടാണ്. അപ്പോൾ ആ ബോട്ടിനകത്താണ് ഞാൻ ഇവിടെ മലരിക്കലിലെ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോയേക്കണേ. ഇതേ കണ്ടില്ലേ, ഇതുപോലുള്ള വള്ളങ്ങളിലാട്ടോ നമ്മൾ ഈ ആമ്പൽപ്പാടങ്ങൾ കാണാൻ വേണ്ടി പോകണം. മാക്സിമം ഒരു 5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ നമുക്കിത് മൂവ് ആകുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും. ചില സ്ഥലത്ത് നിർത്തിയിടുമ്പോൾ ചെറിയ ഷെയ്ക്കിങ്ങൊക്കെ തോന്നും. പക്ഷെ അനീഷേട്ടൻ നല്ല കറക്റ്റായിട്ട് തന്നെ അത് ബാലൻസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും മലരിക്കലിലേക്ക് വന്ന നല്ല റോങ് ടൈമിൽ കേട്ടോ. കാരണം ഞാൻ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 10 മണിയായപ്പോൾ. ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട സമയം മോർണിംഗ് ഒരു 6:30 to ഒരു 9 o'clock വരെ കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ ഈ 11 മണിക്ക് വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്പലങ്ങൾ ഏകദേശം ഒരു മുട്ടായി പോയി തുടങ്ങേണ്ട കേട്ടോ. വെയിലായി വന്നു കഴിഞ്ഞാൽ ഇത് മുട്ടായി പോകുന്ന കേട്ടോ നമ്മുടെ അടുത്ത് അനീഷേട്ടൻ പറഞ്ഞേ. അപ്പോൾ അനീഷേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു മോർണിംഗ് ഒരു 6 മണി തൊട്ട് ഒരു 9 മണിക്കുള്ളിൽ വരണമെന്ന്. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് ട്രാഫിക് ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുട്ടായി പോയി തുടങ്ങേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനീഷേട്ടനൊന്നും നോക്കിയില്ല. എത്രയും പെട്ടെന്ന് നമ്മളിത് കാണിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇത് നല്ല ഫോട്ടോ കിട്ടുന്ന സ്ഥലത്തേക്ക് പുള്ളി നമ്മളെ കൊണ്ടുപോയി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഫുള്ളായിട്ട് ആമ്പലാണ്. കിഡിലനായിട്ട് നല്ല റോസ് കളറുള്ള ആമ്പലുകൾ. ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇത് അധികം പിങ്ക് ആയിട്ട് തോന്നാത്തതിന് കാരണം ഏകദേശം 11 മണിയായി. വെയിൽ എല്ലാം വന്നു തുടങ്ങി. വെയിൽ വന്നു തുടങ്ങിയാൽ ഈ ആമ്പലൊക്കെ മൊട്ടായി പോട്ടോ. അതാണ് ഈ പിങ്ക് കളറായിട്ട് നമുക്ക് കാണാത്തത്. ഞാൻ മലരിക്കലെത്തിയത് ഏകദേശം സീസൺ എൻഡിങ്ങിൻ്റെ സമയത്താട്ടോ. അപ്പോൾ പരമാവധി എല്ലാവരും ഒരു സീസൺ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സീസൺ മിഡൊക്കെ ആകുമ്പോൾ വരാൻ നോക്കുക. ഞാൻ സീസണിൻ്റെ എൻഡിങ്ങിൻ്റെ സമയത്തായതുകൊണ്ടാണ് എനിക്ക് അധികം ആമ്പലൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അനീഷേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കണം കണ്ടപ്പോൾ അനീഷേട്ടൻ എനിക്ക് തന്നാട്ടോ ഈ സാധനം. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇത് വെച്ച് തുഴഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന്. അതുപോലെ തന്നെ ഈ പാടം ഒരു 850 ഏക്കർ ഫുള്ളായിട്ട് ആമ്പൽപ്പാടം കേട്ടോ. അത് ഞാൻ അനീഷേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനീഷേട്ടൻ എനിക്ക് പറഞ്ഞത് ഇൻഫർമേഷനാണ്. ഇത് കണ്ടില്ലേ, ആമ്പലൊക്കെ ഏകദേശം മുട്ടായി തുടങ്ങി. ഞാൻ കുറേയൊക്കെ അത് നിവർത്താൻ നോക്കി, പക്ഷെ അത് നിവർന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നിയൊരു എക്സ്പീരിയൻസ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ ഇൻ കേസ് ആരെങ്കിലും മലരിക്കൽ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുമരകത്ത് സ്റ്റേ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് മാത്രം കേട്ടോ മലരിക്കൽ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ട്രാവൽ ചെയ്ത ക്ഷീണത്തിൽ മൊത്തത്തിൽ ഫോട്ടോ ഒക്കെ അലമ്പായിട്ടേ കിട്ടുള്ളൂ. ഇത് തിരുവാർപ്പ് പഞ്ചായത്തിലെ തിരുവായിക്കരി പാടമാണ്. ഈ പാടം 850 ഏക്കർ ഫുള്ള് ആയിട്ട് പൂ നിൽക്കുന്ന ഒരു പാടമാണ്. ഇതിൻ്റെ വട്ടം കറങ്ങിയാണ് ഇവിടെ ഉള്ളവരെ നമ്മൾ കാണിച്ച് സന്തോഷിപ്പിച്ച് വിടുന്നത്. എന്നുവെച്ചാൽ 1 മണിക്കൂർ സമയം എന്നാണ് നമ്മുടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ 1 മണിക്കൂർ കൂടുതൽ ഞങ്ങൾ ഇവരെ എല്ലാവരെയും കാണിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ വിട്ടിട്ടുണ്ട്. ആരും ഒരു കുറ്റവും ഞങ്ങളെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത 1 മണിക്കൂർ സമയം ഏകദേശം കഴിയാറായി. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം മടുത്തു പോയി. അതുകൊണ്ട് ഞാൻ അനീഷേൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് നോക്കണം കേട്ടോ. വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഒന്നുമില്ല. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മലരിക്കൽ വിസിറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിന് ചാർജ് വരുന്നത് 1 മണിക്കൂറിന് 1000 രൂപ കേട്ടോ. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് വേണമെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം. വേണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. എന്തായാലും ഇവിടെ വരുന്നത് 1 മണിക്കൂറിന് 1000 രൂപ. പിന്നെ മലരിക്കൽ സീസൺ വരുന്നത് ഏകദേശം ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് പീക്ക് സീസൺ വരുന്നത്. അതിന് മുമ്പും ഉണ്ടാവും, പക്ഷെ പീക്ക് സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആട്ടോ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പ്ലേസസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലരിക്കൽ ഭയങ്കര നീറ്റാട്ടോ. നമ്മൾ ആലപ്പുഴയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് ഒരുപാട് വേസ്റ്റൊക്കെ നമുക്ക് അവിടുത്തെ വെള്ളത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ഭയങ്കര നീറ്റാണ്, കിടിലൻ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ചാനലിൽ ഒരു കിടിലം സീരീസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടിൽ ദെൻ ബൈ.